പ്രൈസ് ലോർഡ്. ക്രൈസ്റ്റുമിന്റെ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തു നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരു പ്രാവശ്യങ്ങൾ അറിയിക്കുന്നത്. ചിന്തയ്ക്ക് ആധാരം എടുത്തിരിക്കുന്ന വേദഭാഗം 1 പത്രോസ് ലേഖനം 5-ാം അധ്യായം അതിന്റെ 8-ാം വാക്ക് ഇങ്ങനെ പറയും: നിർമ്മതരായിരിക്കുവേൻ, ഉണർന്നിരിക്കുവേൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ചുറ്റിത്തിരിഞ്ഞു നടക്കുന്നു. ഇവിടെ അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, തന്റെ ജനത്തോട്, തന്റെ സഭയോട് പറയുകയാണ്, നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിക്കുവീൻ എന്ന്. നിർമ്മതരായിരിക്കുവീൻ എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ ഇരിക്കാനല്ല പറയുന്നത്. ഇവിടെ എപ്പോഴും എന്ത് ചെയ്യാം? ഏകാഗ്രതയോടെ ഇരിക്കുക. ആമേൻ, ഹല്ലേലൂയ. ഉണർന്നിരിക്കുക, ഹല്ലേലൂയ. ഉറങ്ങിപ്പോകുന്നവരെ പോലെയല്ല, ആത്മീകത്തിൽ എന്ത് ചെയ്യുക? ഉണർന്നിരിക്കണമെന്നാണ് ഹല്ലേലൂയ ഇവിടെ പറയുന്നത്. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ നോർമലായിട്ട് ഉറക്കത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. മെയിനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആത്മീകത്തിൽ ഉണർന്നിരിക്കണം. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു. ഹല്ലേലൂയ. സിംഹത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ കടിച്ചു കീറുന്ന സ്വഭാവം. പക്ഷെ എന്നാൽ ഇവിടെ അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, ആരെ വിഴുങ്ങേണ്ടു. ആമേൻ, ഹല്ലേലൂയ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു അലർന്ന സിംഹം എന്ന് പറഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ ഒരു ഭരണഘടനയെ കുറിച്ചാണ്, ഒരു നിയമത്തെ കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ആമേൻ, ഹല്ലേലൂയ, ഈ പത്രോസ് ലേഖനം എഴുതുന്ന സമയത്ത് ഈ നീറോ ചക്രവർത്തി കാലത്താണ് ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള വ്യാപകമായ പീഡനം ഉണ്ടായത്. റോമാ നഗരത്തിലുണ്ടായ അഗ്നിബാധയ്ക്ക് പിന്നിൽ ക്രിസ്ത്യാനികളാണ് എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു നീറോ പീഡനം അയച്ചു. നമുക്കറിയാം, അല്ലെ, ഈ റോമാ സാമ്രാജ്യത്തില് ഏറ്റവും ക്രൂരനായ ഒരു ഭരണാധികാരിയായിരുന്നു നീറോ. നമ്മൾ ചരിത്രങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഈ ക്രിസ്ത്യാനികളെ അവര് വർദ്ധിച്ചു വരുന്നത് ദൈവത്തിന് വേണ്ടി അവർ നിൽക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യുകയാണ്? അവരെ കൊന്നു കളയുക എന്ന് വെച്ചാൽ മനസ്സിന് അത്രമാത്രം ഒരു എന്താ പറയുന്നത്, ക്രൂരമായ ഒരു മനസ്സുള്ള ഒരു വ്യക്തിയായിരുന്നു നീറോ. നമ്മൾ ചരിത്രങ്ങൾ പഠിക്കുകയാണെങ്കിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ക്രിസ്ത്യാനികളെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവരെ എന്ത് ചെയ്യും? നീറോ ചക്രവർത്തി അവരെ ഹല്ലേലൂയ കൊണ്ടുവന്നിട്ട് അവരുടെ ശരീരത്തിന് ചുറ്റും തുണി ഇങ്ങനെ ചുറ്റിയിട്ട് എണ്ണയെ മുഖ്യ തുണി ഇങ്ങനെ ചുറ്റിയിട്ട് എന്ത് ചെയ്യും? ഒരു രാത്രി, അതായത് രാത്രിയില് വിളക്കിന് വേണ്ടിയിട്ട് ഈ ക്രിസ്ത്യാനിയായ വിശ്വാസികളെ അവിടെ തീപന്തമായിട്ട് റോമൻ സാമ്രാജ്യത്തിന്റെ ഓരോ കവാടങ്ങളില് ഇവരെ കത്തിച്ചു നിൽക്കുന്ന ഒരു കഠിനമായ ക്രൂരമായ ഒരു ഉടമയായിരുന്നു, സാമ്രാജ്യത്തിന്റെ അധികാരിയായിരുന്നു ഈ നീറോ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, വിശന്ന് മാസങ്ങളോളം പട്ടിണി ഇട്ട് ഹല്ലേലൂയ സിംഹത്തെ ഇട്ടിട്ട് ഈ ക്രിസ്ത്യാനികളെ ഒന്നിച്ചൊരു മതിലിനകത്തേക്ക് നിർത്തിയിട്ട് ഈ വിശന്ന് ഇരിക്കുന്ന ഈ സിംഹത്തെ എന്ത് ചെയ്യും? ഈ ക്രിസ്ത്യാനികളുടെ അവരായിരിക്കുന്ന അവരുടെ സ്ഥലത്തേക്ക് ഈ സിംഹത്തെ ഇനി തുറന്നു വിടുവാനിടയാം. വിശന്നിരിക്കുന്ന ഒരു സിംഹമാണ്, അത് എന്ത് ചെയ്യും? കടിച്ചു കീറും. അങ്ങനെ കർത്താവിന് വേണ്ടി ഈ റോമൻ ഭരണാധികാരിയുടെ സമയത്ത് കർത്താവിന് വേണ്ടി രക്തസാക്ഷികളായ അനേക ക്രിസ്ത്യാനികളുണ്ട്. നീറോ എന്ന് പറയുന്ന വ്യക്തി ഭയങ്കരമായിട്ട് ക്രൂരമായി ക്രിസ്ത്യാനികളെ കൊന്ന് അതൊരു ക്രൂര വിനോദമാക്കി എടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അപ്പോസ്തലനായ പത്രോസ് ഈ ലേഖനം എഴുതുന്നത്. അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ജാതികൾ എന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നവർക്ക് വേണ്ടിയാണ് അപ്പോസ്തലനായ പത്രോസ് പ്രത്യേകമായിട്ട് ഇവിടെ എഴുതുന്നത്. നിങ്ങൾ എന്ത് ഉണർന്നിരിക്കണം. നിങ്ങൾ മയങ്ങിയിരിക്കുവാനോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? വിശ്വാസത്തിലുള്ള നിങ്ങളുടെ ക്രിസ്തുവിലുള്ള വിശ്വാസം നിങ്ങൾ മങ്ങിപ്പെട്ടു പോകുവാനും ആകരുത്. പകരം നിങ്ങൾക്കെതിരായി നിൽക്കുന്ന ഹല്ലേലൂയ ആ സാമ്രാജ്യം എന്ന് പറയുന്നത്
ക്രൂരന്മാരായിരിക്കുന്ന ആൾക്കാർ. അപ്പൊ അവരെന്ത് ചെയ്യുക, സിംഹം ചെറുതാണെങ്കിലും പക്ഷെ അതിന്റെ ഗർജനം എന്ത് ചെയ്യും, ആ കാടിനെ മുഴുവൻ ഹല്ലേലൂയ അവൻ തകർത്തു കളയും വിധം. നമുക്കറിയാം കാട്ടിലെ ഏറ്റവും വലിയ മൃഗം സിംഹമല്ല, പക്ഷെ എന്നാൽ എന്ത് ചെയ്യുക, സിംഹത്തെ മറ്റ് ഹല്ലേലൂയ മൃഗങ്ങൾ ഭയപ്പെടുന്നത് പോലെ ഈ നീറോ ചക്രവർത്തി എന്ത് ചെയ്യാണ്, ഹല്ലേലൂയ ഭയപ്പെടത്തക്കവണ്ണമുള്ള പ്രവർത്തികളാണ് അവിടെ പറയുകയാണ്. ഇവിടെ ഈ പത്രോസ് അപ്പോസ്തലൻ കഠിനമായ പീഡയിലൂടെ കടന്നു പോകുന്ന നമ്മ വിശ്വാസികളോട് പറയുകയാണ്, എതിർപ്പുടെ മധ്യത്തിൽ നിങ്ങൾ പ്രത്യാശ കൈവിടാതെ കൈപ്പുള്ളവരാകാതെയും കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിന്റെ വരവിനെ എന്ത് ചെയ്യണം, നിങ്ങൾ നോക്കി പാർക്കണം എന്ന് അല്ലെങ്കിൽ ഇവിടെ പറയുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, കർത്താവ് വരും, നിശ്ചയമായിട്ടും വരും. എന്ത് ചെയ്യുക, ദൈവത്തിന്റെ വരവിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, കാത്തിരിക്കണം. അതുവരെ നിങ്ങൾ എന്ത് ചെയ്യണം, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം, നിർമ്മലനായിരിക്കണം, ഹല്ലേലൂയ ഉണർന്നിരിക്കണം, ഹല്ലേലൂയ. നിങ്ങളുടെ പിശാച് ഹല്ലേലൂയ അവൻ അലറുന്ന സിംഹമാണ്. അവന്റെ സ്വഭാവം കടിച്ചു കീറുന്ന സ്വഭാവമാണ്. അവൻ എന്ത് ചെയ്യുക, വഴി തെറ്റിച്ച് കളയുന്ന സ്വഭാവമാണ്. നിങ്ങളെ വീഴ്ത്തി കളയുന്ന സ്വഭാവമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഹല്ലേലൂയ ഉണർന്നിരിക്കണം. മയങ്ങി പോകും, നമുക്കറിയാം ഹല്ലേലൂയ ഉണർന്നിരിക്കുന്നത് നമ്മൾ ആത്മാവിൽ വിശ്വാസത്തിൽ ഉണർന്നിരിക്കണം. ഹല്ലേലൂയ നമ്മൾ ജഡത്തിലല്ല, ആത്മാവിൽ നാം ഉണർന്നിരിക്കണം എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അലറുന്ന സിംഹം പോലെ അവൻ എന്ത് ചെയ്യാം, ആരെ ആരെയാണ് ഇപ്പൊ വിശ്വാസത്തില് മങ്ങിപ്പോകുന്നവര് എന്ന് അവൻ മനസ്സിലാക്കി എന്ത് ചെയ്യുക, അവരെ വീഴ്ത്തിക്കളയുവാൻ ശ്രമിക്കുന്ന ഒരു മേഖല. ഹല്ലേലൂയ. പിശാചിന്റെ സ്വഭാവം പറഞ്ഞ അവൻ അലറുന്ന സിംഹമാണ്. തകർത്തു കളയുവാൻ ഹല്ലേലൂയ അവൻ എന്ത് ചെയ്യുക, ചുറ്റിത്തിരിയുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ പിശാചിന് എന്ത് ചെയ്യുക, സ്വസ്ഥതയില്ല എന്ന് വെച്ചാൽ അവന് റെസ്റ്റ് ഇല്ല. പക്ഷെ ദൈവത്തെ അറിയുന്ന ദൈവമക്കൾക്ക് എന്ത് ചെയ്യുക, അവന് സമാധാനത്തിൽ റെസ്റ്റിലൂടെ കാണും. പക്ഷെ എന്നാൽ പിശാച് അവൻ ചെയ്യുന്ന അവന്റെ ജോലി, അവനെ ഏൽപ്പിച്ച ജോലി എന്ത് ചെയ്യുക, അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമാധാനത്തോടെ ഒരു നേരം പോലും ഇരിക്കാതെ പിശാച് എന്ത് ചെയ്യും, അവൻ ആരെ തകർത്ത് കളയണം എന്ന് അവൻ അന്വേഷണം നടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവന്റെ കണ്ണിപ്പെട്ട് പോകരുത്. ഹല്ലേലൂയ. നമ്മൾ എന്ത് ചെയ്യുക, അതിൽ നമ്മൾ തകർത്ത് കളയുവാൻ നമ്മൾ എന്ത് ചെയ്ത, അവന് സാഹചര്യം ഒരുക്കി കൊടുക്കരുത്. ഇന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത് വിശ്വാസ ജീവിതത്തില് അനേകം നാം നോക്കുകയാണെങ്കിൽ ഹല്ലേലൂയ കുടുംബങ്ങളെ തകർത്ത് കളയുവാൻ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ തകർത്ത് കളയുവാൻ, ഹല്ലേലൂയ ദൈവദാസന്മാർ തകർത്ത് കളയുവാൻ പിശാചിന് പല സ്വഭാവങ്ങളുണ്ട്. അവൻ എന്ത് ചെയ്യുക, അവൻ നമുക്കറിയാം ഹല്ലേലൂയ ഉൽപ്പത്തി പുസ്തകത്തിൽ കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രവാഹം ഒക്കെ എന്ത് ചെയ്യുക, പിശാചിന് ലോകത്ത് വരുന്ന ലോകം പിശാചിന്റെ കയ്യിലാ. ആ സ്വഭാവം അതൊക്കെ നമ്മളിലേക്ക് അവൻ എന്ത് ചെയ്യുക, കയറ്റി വിടുവാനിടെ. അങ്ങനെ എന്ത് ചെയ്യും, അവൻ വന്ന് നമ്മളെ തൊട്ട് കൊണ്ടുപോവുകയല്ല, പകരം എന്ത് ചെയ്യുക, അവന്റെ സ്വഭാവങ്ങൾ അവൻ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ നേരെ ചീറ്റുമ്പോൾ അല്ലെ എന്ത് ചെയ്യുക, നമ്മൾ അതിന് ആകൃഷ്ടരായി എന്ത് ചെയ്യും, വീണ് പോകരുത്. കർത്താവ് ഹല്ലേലൂയ ആദാമിനോട് പറഞ്ഞു, നീ എന്ത് ചെയ്യുക, ഈ പഴം തിന്നരുത്, എല്ലാ ഭക്ഷണത്തിന്റെ പഴം നീ ഈ തിന്നരുത് പറഞ്ഞപ്പോൾ ആദാം ഹല്ലേലൂയ ഹവ്വയും എന്ത് ചെയ്തു, ദൈവം എന്താണോ ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്തു. അത് നിമിത്തം അവൻ എന്ത് ചെയ്തു, ഹല്ലേലൂയ വീണു പോയി. അവരിലൂടെ സകല ജനം എന്ത് ചെയ്തു, വീണു പോകുവാനിടയായി. സോ ഇവിടെ അപ്പോസ്തലൻ പൗലോസ് പറയും, നിങ്ങൾ എന്ത് ചെയ്യുക, ഉണർന്നിരിക്കണം. ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദൈവത്തോടൊപ്പം സഞ്ചരിച്ച വ്യക്തിയാണ് ആദാം. ദൈവത്തിന്റെ കൈ കൊണ്ടുണ്ടാക്കിയ മനുഷ്യനാണ് ആദാം. ദൈവം ആദാം ദൈവത്തിന്റെ മകൻ എന്നാണ് പറയുന്നത്. പക്ഷെ എന്നാൽ എന്ത് ചെയ്യാം, ദൈവത്തിന്റെ മകനായിരുന്നിട്ട് പോലും എന്ത് ചെയ്യാം, ആദാമിന് ഹല്ലേലൂയ അവയിലൂടെ പിശാച് പ്രവർത്തിച്ചത് എന്ത് ചെയ്യുക, മനസ്സിലാക്കാൻ കഴിയാതെ പോയി. അവരോട് പറയുകയാണ് എന്ന് വെച്ചാൽ വാക്കുകൾ കൊണ്ട് എന്ത് ചെയ്തു, അവയുടെ ആ മൃദുമായ ശബ്ദത്താൽ എന്ത് ചെയ്തു, ആ ശബ്ദം നിമിത്തം ഹല്ലേലൂയ അവരുടെ വായിൽ നിന്ന് വരുന്ന ആ വാക്കുകളൊക്കെ അവയുടെ ആ മധുരമുള്ള ശബ്ദം കേട്ടപ്പോൾ എന്ത് ചെയ്തു, ആദാമിന് ഹല്ലേലൂയ മനസ്സിലായില്ല. ഇവിടെ പറയുകയാണ് നിർമ്മതരായിരിപ്പീൻ എന്ന്. ഹല്ലേലൂയ വിശ്വാസം നമ്മൾ എന്ത് ചെയ്യുക, നിർമ്മതരായിരിപ്പീൻ, ധൈര്യശാലിയായിരിപ്പീൻ, ബലമില്ലാത്തവരായിരിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം, ബലമുള്ളവരായിരിക്കണം. ഇവിടെ ആദാമിന് ഒരുപക്ഷെ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഹല്ലേലൂയ ഹവ്വയിലൂടെ പിശാച് പ്രവർത്തിക്കുന്ന പ്രവൃത്തിയെ മനസ്സിലാക്കുവാൻ കഴിയുമായിരുന്നെങ്കിൽ എന്ത് ചെയ്തില്ല,
ഒരു സകല ജനവും എന്ത് ചെയ്യുക, പാപത്തിന്റെ വഴിയിലേക്ക് പോകും. അതുപോലെ പറയുകയാണ് അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, ഇതുപോലെ നിങ്ങളെ വിശ്വാസം തെറ്റിച്ചു കളയുവാൻ നിൽക്കുന്ന ഒരു സാമ്രാജ്യ നടുവിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഭയത്തോടെ ദൈവത്തിലുള്ള വിശ്വാസത്തോടെ പ്രാർത്ഥന കുറയാതെ തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടും. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പൈശാചിക മണ്ഡലങ്ങളെ, പിശാചിന്റെ മണ്ഡലങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം? അവൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വിശ്വാസം നിങ്ങൾ ഉറച്ചു നിൽക്കുമെങ്കിൽ എന്ത് ചെയ്യുക? ഹല്ലേലൂയ, നിങ്ങൾ വീഴി പോകത്തില്ല എന്നാണ് ഇവിടെ അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്. അതുകൊണ്ട് ഉണർന്നിരിക്കണം. ഹല്ലേലൂയ, മയങ്ങിപ്പോകരുത്. ഹല്ലേലൂയ, നമ്മൾ ദൈവം ദേശത്തിന്റെ കാവൽക്കാരാക്കി വെച്ചിരിക്കുമ്പോൾ നമ്മൾ മയങ്ങിപ്പോകരുത്, ഉറങ്ങിപ്പോയി വിശ്വാസത്തിൽ നമ്മുടെ ഹല്ലേലൂയ കുടുംബത്തിന് വേണ്ടിയും നമ്മൾ നമ്മുടെ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന ആ ശുശ്രൂഷ നാം മയങ്ങിപ്പോകരുത്. മയങ്ങിപ്പോയാൽ പിശാച് നമ്മെ അടിമപ്പെടുത്തും. അതിനായ വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് വിശ്വാസം നമുക്ക് ഉറച്ചു നിൽക്കാം, പ്രത്യാശയുടെ ദിവസങ്ങളിലായിരിക്കാം. ദൈവം നമ്മെ ഒന്ന് സഹായിക്കട്ടെ. ആമേൻ.